വിവിധ മതസംഘടനകളിൽപ്പെട്ടവരൊക്കെ പുരോഹിതന്മാരും മതനേതാക്കളും ഒക്കെ ഈ CJP പ്രതിഷേധത്തിന് ഡൽഹിയിൽ പോയി എന്ന് കേട്ടല്ലോ. അപ്പം ഇത്രയധികം പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഈ പുരോഹിതന്മാർക്കൊക്കെ ഇങ്ങനെ പോകാമോ? അല്ല, പുരോഹിതന്മാർക്ക് ഇങ്ങനെ പോകാമോ എന്ന് ചോദിച്ചാൽ അവർ പോയി സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അല്ല, ഇവർ പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതല്ല ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് രാത്രിയിൽ പുരോഹിതന്മാർ വലിയ ജാഥയുമായിട്ട് പോകുന്ന വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിനകത്ത് അവരുടെ ഹാൻഡിലുകളിൽ ഇതിനകത്ത് വലിയ പ്രൊമോഷൻസാണ് കൊടുത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി CJP സമരത്തിൻ്റെ കാര്യം ശരി, പക്ഷേ CJP സമരം അതല്ലല്ലോ അവിടെ നടക്കുന്നത്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾക്ക് കാര്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾക്ക് പ്രത്യേകത മമതയോ സ്നേഹമോ മറ്റു പലതും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ 2014 മുമ്പ് വരെ ഇവർക്ക് ഇങ്ങനെ ഒരു സമരവും പ്രത്യക്ഷത്തിലൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 2014 ശേഷം ആണ് പലതിനകത്ത് അഭിപ്രായം പറയുന്നതും, അല്ലെങ്കിൽ പല മതമേലധ്യക്ഷന്മാരും. അതിനകത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ് ക്രിസ്ത്യൻ പുരോഹിതർ ഇതുപോലെ പരസ്യമായിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥയിൽ. അപ്പം നമ്മൾ അവിടെ ഇവിടെയും പറഞ്ഞൊരു പള്ളി പറഞ്ഞു, മറ്റേത് പറഞ്ഞു, മറിച്ച് പറഞ്ഞു, എന്നാലും അതിനകത്ത് അവരെ നിഷേധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഈ CJP സമരത്തിനകത്ത് ഇപ്പം ഈ പുരോഹിതന്മാർ ഇസ്ലാമിസ്റ്റുകൾ ഇടപെട്ടതുപോലെ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങളല്ല ഈ സഭകളുണ്ടല്ലോ, കാത്തോലിക് അല്ലെങ്കിൽ അവരുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് ബോധ്യമില്ല. അവരില്ലെങ്കിൽ അവർ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് പെന്തക്കോസ് എന്ന് പറയും. ഇത് ഇനി എത്ര ന്യായീകരിച്ചാലും അല്ലെങ്കിൽ കേട്ടാൽ സൂചിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർ ഇന്ത്യ വിരുദ്ധർ തന്നെയാണ്. ഇവരുടെ FCRA ഫണ്ടിനകത്ത് ഇത്രയും വലിപ്പത്തിൽ 93 ശേഷം, അതായത് മൻമോഹൻ സിംഗിന്റെ ആ സമയത്തിന് ശേഷം ഇപ്പോൾ അതിന് മാറ്റം വരുത്താനുള്ള കാരണം തന്നെ വെളിയിൽ നിന്ന് വരുന്ന FCRA ഫണ്ട് ഇവിടെ ഇസ്ലാമിസ്റ്റുകളെയും അല്ലെങ്കിൽ വിഘടനവാദികൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ തീർക്കുന്നതിന് വേണ്ടി കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇത് തന്നെ രൂപീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ, അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യയെ തീർക്കുന്നതിന് വേണ്ടി, ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ ആസ്ട്രേലിയയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഒരു രാജ്യം പറഞ്ഞാലും മറ്റ് പല രാജ്യങ്ങൾക്കും നിന്നുമാണ് ഇവർക്ക് ഫണ്ട്. കാട്ടിക്കിടക്കുന്നവന് AK-47 തൗക്കയിലിരിക്കണമെങ്കിൽ ഫണ്ട് വേണമല്ലോ. അപ്പം രാജ്യ പുരോഗതിയെ തടസ്സമാക്കുന്നതിന് അല്ലെങ്കിൽ രാജ്യത്തിന് ഇല്ലായ്മ ചെയ്യുന്നതിന്, ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നതിന്, മതപരിവർത്തനം നടത്തുന്നതിന്, ഇവർ മറ്റു മതം സംഘടനകളുള്ള ആൾക്കാരെ കൊല്ലുന്നതിന് വരെ. കഴിഞ്ഞ ദിവസം ഒരു കേസ് അങ്ങനെ വന്നിട്ടുണ്ട്, സന്യാസിമാരെ കൊല്ലുക. അതിനൊക്കെ പണം കൊടുത്ത് ഇവരെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് അതിന് തെളിവ് സഹിതം കിട്ടി. ഈ FCRA ഫണ്ട് ഇവിടെ വരുന്നതിന് കണക്കില്ലാതെയാകുന്നു, വരുന്ന സോഴ്സിന് ഉപയോഗിക്കാതെയാകുന്നു. ആ പണമെടുത്ത് ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ ചില തീരദേശ വികസനത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഭയങ്കര വിഷയം നടന്നു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പോർട്ടിന്റെ ഒക്കെ സംബന്ധിച്ചിട്ട് അതാരാരെന്നൊക്കെ അറിയാമല്ലോ. അപ്പം ഇത് ഇവരെ കൊണ്ട് ഇത് അറിഞ്ഞും അറിയാതെയും ചെയ്യിക്കുന്നുണ്ട്. മനസ്സിലായി? രാജ്യത്തിനകത്ത് പുരോഗതിക്ക് പ്രോജക്റ്റുകൾ വരുമ്പോൾ ആ പുരോഗതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വേറെ ചില കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാധന ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ചില കാര്യങ്ങൾക്ക് തടസ്സമാകുന്നു, അത് ഇത് വന്നാൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ ധരിപ്പിച്ച് ഇവരെ കൂട്ടി ഇതൊരു പ്രക്ഷോഭമാക്കി രാജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സം നിൽക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നൊരവസ്ഥ. അപ്പോൾ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ ഉൾപ്പെടെ ഉള്ളിടത്ത് വളരെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അറിയാമല്ലോ. മണിപ്പൂരിൽ നടക്കുന്ന കലാപം അറിയാമല്ലോ. ഈ കലാപം വേറൊരു രീതിയിൽ ഇപ്പം ഈ CJP സമരം പോലെ അന്ന് ആൾക്കാരുടെ ഇടയിൽ വ്യാഖ്യാനിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതറിയാമല്ലോ. അതായത് അവിടെ നടക്കുന്നത് ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. രണ്ട് വിഭാഗങ്ങൾ, ഗോത്ര വിഭാഗമുണ്ട് അവിടെ, 2, 3, 4 ഗോത്ര വിഭാഗമുണ്ട് അവിടെ. ആ ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അന്ന് തൊട്ടേ പ്രശ്നങ്ങളാണ്. അതിനകത്ത് ഈ എല്ലാ ജാതിയുണ്ട്, ഇസ്ലാമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്. ഈ ഗോത്രത്തിനകത്ത് ഇവർ തമ്മിലാണ് അടി. അതിന് ഇവിടെ ഹിന്ദു
അല്ലെങ്കിൽ പള്ളി തുറക്കുന്നതിന് വേണ്ടി RSS അല്ലെങ്കിൽ അവരുടെ അജണ്ട, നരേന്ദ്രമോദിയുടെ അജണ്ട എന്നുള്ള രീതിയിലേക്ക് അത് തെറ്റായ രീതിയിൽ ധരിപ്പിച്ച് രാജ്യം വ്യാപകമായിട്ട് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടത്തിയല്ലോ. അതുപോലെ തന്നെ അവിടെ ഈ കലാപത്തിന്റെ പിറകിൽ അമേരിക്കയാണെന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ വ്യക്തത വരുത്തി വന്നില്ലേ? ഇപ്പോഴും അവിടെ അല്ലെങ്കിൽ 57 തൊട്ട് അവിടെ കലാപം നടക്കുവാണ്. ഈ 7 സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇടങ്ങൾ അവിടെ മൊത്തം കൺവെർഷൻ നടത്തിയില്ലേ? അവിടെ ഇവാഞ്ചലിക് ക്രൈസ്റ്റല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ മൊത്തം ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ അവരുടെ ഭാഗമാണെന്ന് പോലും പറഞ്ഞ് മനസ്സിലാക്കാതെ ഇന്ത്യക്കെതിരെ നിർത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നല്ലോ. ഇപ്പോഴും അവിടുത്തെ കാര്യത്തിനകത്ത് ഒരു മാറ്റം വരുത്തുകയും നമ്മുടെ കിരീടത്തിനകത്ത് ഏറ്റവും വലിയ പൊന്തൂവലാണ് ഈ പറയുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് മോദി ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും തന്നെ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടുണ്ടായല്ലോ. അവിടെ തന്നെ അതാ ഞാൻ പറഞ്ഞത്, മണിപ്പൂരിൽ അവിടെ ബംഗ്ലാദേശിൻ്റെയും മണിപ്പൂരിൻ്റെയും അല്ലെങ്കിൽ മ്യാൻമറിൻ്റെയും കൂടെ ഇടങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിന് വേണ്ടി ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടൊരു രാജ്യം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ള വാർത്ത വന്നല്ലോ. അതാണല്ലോ ബംഗ്ലാദേശിലെ പുറത്താക്കിയ ഹസീന പറഞ്ഞത്, ഞാനതിനെ അനുവദിച്ചില്ല, അതാണ് എൻ്റെ പതനത്തിന് കാരണമെന്ന്. അവിടെ ഒരു ഇടമുണ്ടാക്കിയാൽ അവിടെ ക്രിസ്ത്യൻ രാജ്യം വരുന്നതല്ല, നമ്മൾക്ക് രാജ്യത്തെ ആക്രമിക്കാൻ ഏറ്റവും വലിയൊരു ഇടമായിട്ട് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് മതമല്ല, യേശുവല്ല, കുരിശല്ല പ്രശ്നം, ഇതിൻ്റെ പിറകിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരിടം, മതത്തിൻ്റെ പേരിൽ ആരും മനസ്സിലാക്കി ഉണ്ടാക്കിയെടുക്കുന്ന പറഞ്ഞാൽ പലയിടത്തും അമേരിക്ക പോലെയുള്ള നമുക്ക് ഇതിനെയുള്ള രാജ്യത്തിന് കടന്നു കയറുന്നതിന് വേണ്ടിയുള്ള. അപ്പോൾ ഇവരാണ് ഈ FCRA ഫണ്ടിനകത്ത് ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഒന്നിച്ചപ്പോൾ, അതിനകത്ത് രാജ്യവിരുദ്ധ ശക്തികൾ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ, അവൻ അവിടെ പഴം കൊടുക്കുന്നത് കണ്ടപ്പോൾ, നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്നവർക്ക് വീശി കൊടുക്കുന്നത് കണ്ടപ്പോൾ, ഈ പറയുന്ന പുരോഹിതന്മാർ, അതായത് അവരെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം അറിയാമല്ലോ, പുരോഹിതന്മാർ ഈ രാജ്യത്തിന് നന്മയ്ക്കും നീതിക്കും മറ്റതിനും മറിച്ചതിനും വേണ്ടി മാത്രം ഇടപെടുന്നു, മറ്റൊന്നിനകത്തും ഇടപെടുന്നില്ല, അവർക്ക് ജാതിയില്ല, മതമില്ല, മറ്റു പലതും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ BJP-കാരൻ കേക്കും കൊണ്ട് കയറുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഇവരുടെ ഇടപെടിയതേ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെ. അപ്പോൾ ഇതിനകത്ത് ഇവരിടപെടുന്നത് എത്ര കേക്ക് കൊണ്ട് കയറിയാലും എത്ര കാര്യങ്ങൾ കൊണ്ട് കയറിയാലും ഇതിനകത്ത് ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ഒരു കാര്യം കൂടെ ഇവിടുത്തെ ക്രിസ്ത്യാനി ഓർത്താ കൊള്ളാം. ഇവിടെ ക്രിസ്ത്യാനിക്ക് നല്ല ഒരു ഫേസാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഫേസ് നഷ്ടപ്പെട്ട എങ്ങനെയാണെന്ന് സന്ധ്യക്കറിയോ? മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരായതുകൊണ്ടല്ല. മുസ്ലിങ്ങൾക്കകത്ത് 1-2 വേണ്ട 5% ഉള്ള ഭീകരവാദികൾ, PFI-കാരൻ, SDPI-കാരൻ, അവൻ പറയുന്ന അജണ്ട, അവൻ നടപ്പാക്കുന്ന അജണ്ട, അവൻ ഈ രാജ്യത്ത് കൊണ്ടു നടക്കുന്ന അജണ്ട, അവൻ ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ CJPക്ക് അനുകൂലമായിട്ട് വിളിച്ചു പറയുന്ന അജണ്ട, മനസ്സിലാവുന്നില്ല, ആ അജണ്ടക്ക് എതിരെ സംസാരിക്കാത്ത ഒരു മുസ്ലിം സമൂഹം ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിങ്ങൾ മൊത്തവും ഇപ്പൊ കരിനിഴലായിക്കൊണ്ട് അവരെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചില മുസ്ലിം മതമേലധ്യക്ഷന്മാരും പണ്ഡിതന്മാരും ഒക്കെ അല്ലെങ്കിൽ ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് വേർതിരിച്ച് പറയുന്നുണ്ട്. അതേസമയം ഈ മുസ്ലിങ്ങൾ അന്നുതൊട്ടെ ഇന്ത്യ മഹാരാജ്യം ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഈ പറയുന്നതിന്റെ ഭാഗമല്ല, ഇത് ചില അജണ്ട ഉള്ളവരാണ്, അവർക്കുടെ അഭിപ്രായമല്ല ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എന്ന് പറഞ്ഞാൽ OIC പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധസമയത്ത് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ പലരും അന്ന് പറഞ്ഞതുപോലെ, കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കാര്യവും ഇന്ത്യക്കകത്തെ കാര്യവും ഇവിടുത്തെ മുസ്ലിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾക്കൂടെ കുഴപ്പമില്ലെന്ന് അവർ വ്യക്തത വരുത്തി പറഞ്ഞില്ലേ? അതുപോലെ ഇവൻ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമല്ല ഇവിടുത്തെ മുസ്ലിം സമൂഹം എതിർത്ത് പറയാൻ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിമിനെ ഇപ്പൊ സൈലന്റ്, ഇപ്പൊ ഏത് മുസ്ലിമിനെ കണ്ടാലും എടാ ഇവൻ ഇന്ത്യ വിരുദ്ധനാണോ, ഇവൻ ഇന്ത്യ കത്തിക്കാൻ നിൽക്കുന്നതാണ്, എല്ലാവർക്കും സംശയം. മുസ്ലിങ്ങളെ സൈലന്റ് ചെയ്തു ഉമാർ മുഖാന്തരം, ഈ PFI-കാരൻ മുഖാന്തരം, അല്ലെങ്കിൽ SDP-കാരൻ മുഖാന്തരം, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ മുഖാന്തരം. അതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനി സൈലന്റ് ചെയ്യപ്പെടും, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ വ്യക്തത വരുത്തി പറയണം, ഇവിടുത്തെ പ്രധാനപ്പെട്ട സഭകളുണ്ടല്ലോ, സഭകൾ വ്യക്തത വരുത്തി പറയണം, യുവമാര് പറയുന്നതല്ല ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾക്ക് ഈ അഭിപ്രായമില്ല, ഞങ്ങൾക്ക് ഈ ഫണ്ട് എന്തോ. അപ്പൊ ഫണ്ട് വെളിയിൽ നിന്ന് വരണ്ടെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് വരുന്ന ഫണ്ട് നിങ്ങൾ എന്തിനാ, കൊച്ചുങ്ങളെ പരിപാലിക്കാനാണെങ്കിൽ അതിനാണോ ഉപയോഗിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തത വരുത്തി തരണം. നിങ്ങൾ വന്ന ഫണ്ട് എന്തിനു ഉപയോഗിച്ചു എന്ന്, നിന്റെ വീട്ടിൽ 10 മേടിച്ചോ, പള്ളിയിലച്ഛന്റെ പെങ്ങളെ കെട്ടിച്ചോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സഭയുടെ ആരെങ്കിലും ഉപയോഗിച്ചോ, രാജ്യവിരുദ്ധ ശക്തികളെയും സന്യാസിയും കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തെ പറ്റി ബോധ്യം വരുത്തണം. ഫണ്ട് മേടിച്ചോ, എവിടെ നിന്ന് മേടിക്കുന്ന ബോധ്യം വേണം. ചൈനയിൽ നിന്നാണോ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പന്നു 10 കോടി കൊടുത്തെന്ന് പറഞ്ഞില്ലേ പാറ്റയ്ക്ക്, പന്നു ഇതുപോലെ ഡയറക്റ്റ് കൊണ്ട് കൊടുത്തതല്ലോ, ഇതുപോലുള്ള NGOs മുഖാന്തരം അല്ലെങ്കിൽ CR ഇതുപോലുള്ള ഫണ്ട് വാനാങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവന്മാർക്ക് കൊടുത്തില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവന്മാർ കൊടുക്കുന്ന ഫണ്ട് ഇവർ ഫണ്ട് കൊടുക്കുന്നു പറഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CFRI ഫണ്ട് അവിടെ കൊടുക്കുന്നു, ഇസ്ലാമിസ്റ്റുകളുടെ ഫണ്ട് പാർട്ടികൾ കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വർത്തമാനം വരുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഈ കുപ്പായ വിട്ടവന്മാരുടെ പണി, അല്ലെങ്കിൽ ഈ പണി ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സഭകളുടെ അല്ലെങ്കിൽ അവർ വ്യക്തത വരുത്തി പറയണം. അല്ലെങ്കിൽ നാളെ കാലത്തെ
രാജ്യവിരുദ്ധരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോഴത്തെ നല്ല പുരോഹിതരും ക്രിസ്ത്യാനികളും ഒക്കെ അതിനകത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഏതായാലും ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട പോലെ തന്നെ ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ അജണ്ട രാജ്യവിരുദ്ധത തന്നെയാണ്. അത് വളരെ കാലം മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇതിനകത്ത് ഇത് വർഗീയതയാണെന്ന് പറഞ്ഞാൽ ഇത് വർഗീയതയാണെന്ന് വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ, പക്ഷേ വ്യക്തപരിച്ച് പറഞ്ഞേ ഒക്കത്തുള്ളൂ. കാരണം ഇത് അവർക്ക് ചില അജണ്ടകളുണ്ട്. അതുകൊണ്ട് ലോഹയിട്ടോൻ അവിടെ പോയത് വർഗീയതയാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻറ്റ് വരും. പക്ഷേ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ PFI പണ്ട് അവരും മലരും കുന്തിരിക്കുമെന്ന് പറഞ്ഞപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഡൽഹി കലാപത്തിനകത്ത് PFI ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുടെ കുരു പൊട്ടിയായിരുന്നില്ല. അവസാനം ഡൽഹി കലാപത്തിനകത്ത് അവർ ഇടപെട്ടു, അവരുടെ ഇടപെടിയിലുണ്ടായിരുന്നു. അവരാണ് CA സമരം കത്തിച്ചത്. ഇന്ത്യക്കകത്തൊരു കലാപം ഉണ്ടാക്കാൻ 2047 മുമ്പ് സാധ്യത ഉണ്ടോ നോക്കിയത് അവരാണെന്ന് പറഞ്ഞു. അവസാനം തെളിഞ്ഞല്ലോ. ഇവിടുത്തെ PFI വെളുപ്പാൻ കാലത്ത് അണ്ടറിടാൻ സമ്മതിക്കാതെ വന്ന് ജെറ്റെ കെട്ടിക്കൊണ്ട് പോയി അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇതുവരെ വെളി വന്നിട്ടില്ല. അതേപോലെ തന്നെയുള്ള ഒരു കക്ഷികളാണ് ഇന്ന് ആ ലോഹയിട്ട് ആ സമരത്തിൻ്റെ അവിടെ ചെന്നത്. വെളുത്ത ശാശുക്കൾ എന്ന് പറയും, മനസ്സിലാകുന്നല്ലോ. യക്ഷിക്കും ഈ ലോഹയാണ് ഉള്ളത്. അപ്പം ആ ഐറ്റം തന്നെ അവിടെ ചെന്നത്. അത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ BJP വളർത്താൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ BJP നേതാക്കന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പള്ളിയിലച്ചന്മാരുടെ അടുത്ത് ചെന്നാൽ മതി എന്നാണ് മനസ്സിലാകുന്നത്. പള്ളിയിലച്ചന്മാരുടെ അടുത്ത് ചെന്നാൽ ഒക്കത്തില്ല. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി എന്താണ് BJP എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് ബാക്കിയുള്ള ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഗോവ ഉൾപ്പെടെ ഉള്ളത് BJP വളർന്നില്ല. അതിപ്പോൾ ഒരു പള്ളിയിലച്ചനും പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനി കേൾക്കത്തില്ല. അവർക്കറിയാം അവിടുത്തെ BJP എന്താണെന്നും അവർ രാജ്യത്തിന് എന്ത് ചെയ്യുന്നെന്നും. ഇവിടെ പള്ളിയിലച്ചൻ്റെ അവിടെ പോയി കേക്ക് മുറിക്കാതെ, പള്ളിയിലച്ചൻ്റെ കൂടെ ഇരുന്ന് നല്ല ഒന്നാന്തരം ചായ കുടിക്കാതെ വീട്ടിലിറങ്ങി എന്താണ് അവരുടെ ആവശ്യം എന്നുള്ള കാര്യം വീടുകൾ കയറി പറയണം. അല്ലാതെ ഉടായ്പ് BJP കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് BJP ഇവിടെ രക്ഷപ്പെടാത്തത്. പക്ഷെ ഇവരെ തിരിച്ചറിയുന്നത് നന്നാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.